മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിൽ മാത്യു കുഴൽനാടനും പ്രതിപക്ഷത്തിനുമെതിരെ വിമർശനവുമായി സിപിഐഎം. കോടതി വിധിയോടെ പ്രതിപക്ഷ ഗൂഢാലോചന തുറന്നുകാട്ടപ്പെട്ടെന്നും കുഴൽനാടൻ ശല്യക്കാരനായ വ്യവഹാരിയാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിറക്കി. മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ആവശ്യപ്പെട്ടു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്ന ഹർജി വിജിലൻസ് കോടതി തള്ളിയത് രാഷ്ട്രീയ പ്രചാരണമാക്കുകയാണ് സിപിഐഎം. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയതോടെ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന തുറന്നുകാട്ടപ്പെട്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിറക്കി. കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ചു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ഉണ്ടാക്കിയ തിരക്കഥകൾ പൊളിഞ്ഞെന്നും സിപിഐഎം കുറ്റപ്പെടുത്തി. മാത്യു കുഴൽനാടൻ ശല്യക്കാരനായ വ്യവഹാരിയാണ്. പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു കുഴൽനാടന്റെ ലക്ഷ്യം. ആരോപണമുന്നയിച്ചവർ മാപ്പു പറയാൻ തയ്യാറാകണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ ഉള്ളി പൊളിച്ചതുപോലെയായി എന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ഇതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഉള്ളി പൊളിച്ചതുപോലെയാണിത്. ഇതിനുള്ളിൽ യാതൊന്നുമില്ല. പക്ഷെ ഒരു എത്തിക്സ് ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് മാത്യു കുഴൽനാടൻ എന്നുള്ളത് ഇപ്പോൾ ഈ കോടതി വിധി പ്രകാരം പൊതുസമൂഹം മനസ്സിലാക്കുകയാണ്. ഹർജി തള്ളിയ വിജിലൻസ് കോടതിയുടെ നടപടി മുഖ്യമന്ത്രിക്കുള്ള ക്ലീൻ ചിറ്റാണെന്നാണ് സിപിഎം വാദം. ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മാത്യുവും വ്യക്തമാക്കിയതോടെ വിവാദം അവസാനിക്കില്ലെന്നുറപ്പായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.